കൈലാസ്, എന്തായാലും ഹിമമഴയായി രണ്ടുപേരും പാടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും അതായിരിക്കും ഇന്ന് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും പ്ലീസ്. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ, എൻ വെയിലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലേരാവോളം ഒഴുകി നാം കെടാതിരിയണേ നമ്മളെന്നെന്നും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. സാറിന്റെ തന്നെ പാട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ശലഭം വഴിമാറും പാട്ടിന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. കാനഡ രാഗത്തിന്റെ അല്ലേ? അതെ. ഒരു ടോട്ടൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തത്. ആ ഒരു മൂഡുണ്ട് അതിനകത്ത്. നന്നായിട്ടുണ്ട്. പകർനാട്ടം എന്ന സിനിമയാണ് തുടക്കമല്ലേ? അതിൽ റീ റെക്കോർഡിംഗ് ആയിരുന്നു? അതെ, പാട്ടുകളില്ലായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സിനിമയിലോട്ടുള്ള ഒരു വരവ്? ജയരാജ് സാറിന്റെ മൂവി ആയിരുന്നു അത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ആൽബം ചെയ്ത് മ്യൂസിക് ഡയറക്ഷനാണ് എൻ്റെ മേഖല, പാഷൻ എന്ന് റിയലൈസ് ചെയ്യും. എവിടെ പഠിച്ചത്? സ്കൂളിംഗ് തൃശ്ശൂരായിരുന്നു, തൃശ്ശൂർ ഭവൻസിലായിരുന്നു. പിന്നെ കോളേജ് ചെന്നൈയിലാണ് ചെയ്തത്. ആ സമയത്താണ് ഇത് തന്നെയാണ് നമ്മുടെ ഒരു തൊഴിൽ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ. ആരുടെ പാട്ടുകളാണ് കൂടുതലും കേട്ടോണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകൾ, രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടുകൾ, എ റഹ്മാൻ സാർ, ഇളയരാജ സാർ. അല്ല, മദ്രാസ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. കാരണം അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ പാട്ടുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകളോടൊക്കെ എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. വിദ്യാസാഗർ സാറിന്റെ ഒക്കെ. അവിടെ ചെന്നതിന് ശേഷമാണ് കൂടുതൽ ഇളയരാജ സാറിന്റെ പാട്ടുകൾ. നമ്മൾ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെ അവിടെ ഉള്ളൂ. അതെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. ജയരാജിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടോ? അല്ല, ഞാൻ അതിനുശേഷം എൻ്റെ സുഹൃത്ത്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ജയരാജ് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുകയും അങ്ങനെയാണ് ഇങ്ങനെ പകർനാട്ടം എന്ന് പറഞ്ഞ മൂവി വന്നപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചുമ്മാ എൻ്റെ അടുത്ത് പറഞ്ഞു, കൈലാസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ ചെയ്തോളൂ, ഒരു ഫുൾ ഫ്രീഡം അങ്ങനെ തന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ട് കൊച്ചിലെ പഠിച്ചിട്ടുണ്ടോ? അതോ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്തൊക്കെ നമുക്ക് വലിയ താല്പര്യമില്ലാതെ ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. പിന്നെ എപ്പോഴും ആയിരിക്കും നമുക്കൊരു താല്പര്യം വരികയും നമ്മൾ സ്വയം പഠിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിഭ്രമം തോന്നിയോ പെട്ടെന്ന്? ഒരു പടത്തിൻ്റെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു നാഡീ ഞരമ്പാണ്. അതെ. അന്ന് എക്സ്പീരിയൻസ് കുറവായിരുന്നു. പക്ഷേ ഞാൻ അതിലോട്ട് എത്തുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് മ്യൂസിക് ചെയ്തു തുടങ്ങിയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആ സമയം കൊണ്ട് തന്നെ 500-ഓളം ആഡ്സ് ചെയ്തിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ആഡിൽ നിന്നാണ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ 2008 ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി 3 ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തു കൈലാസ്. അതെ. പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതെ. വൈ? 2008 നടന്നതായത് എനിക്കിപ്പോൾ പറയുന്നതിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അന്ന് എൻ്റെ സ്കൂൾമേറ്റായ അജയ് കാച്ചപ്പള്ളിയുടെ അച്ഛൻ, പ്രശസ്തനായ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളി സാറായിരുന്നു. അതെ. അദ്ദേഹം എൻ്റെ ഒരു പാട്ട് കേൾക്കാനിടയായി. ഞാൻ കോളേജിൽ ചെയ്തൊരു പാട്ട് കേൾക്കാനിടയായി. ആ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് അത് അദ്ദേഹം ചെയ്യുന്ന അടുത്ത മൂവിയിൽ യൂസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഞാൻ ആ സിനിമയുടെ ഭാഗമാവുകയും അതിൽ വേറെ 2 പാട്ടും കൂടെ പുതിയതായി കമ്പോസ് ചെയ്യുകയും അങ്ങനെ 3 പാട്ടുകൾ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് എനിക്ക് 20 വയസ്സ് കണ്ടോ പ്രായമുള്ളൂ. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പാട്ടുകൾ. നമ്മുടെ ആ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പാട്ടിറങ്ങുക, ഹിറ്റാവുക, ആൾക്കാരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു നിർഭാഗ്യവശാൽ അതിൽ ആ മൂവിയിൽ ആ 3 പാട്ടുകൾക്കും പകരം നമുക്ക് തെലുങ്കിൽ നിന്ന് 3 പാട്ടുകൾ, തെലുങ്കിൽ ഹിറ്റായ 3 പാട്ടുകൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് 3 പാട്ടുകൾ ചെയ്യാമെന്ന് അതിൽ അഭിനയിച്ച ഒരു വ്യക്തി പറയുകയും അതിൻ്റെ പേരിൽ അപ്പോൾ പ്രൊഡ്യൂസർ വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ടുകൾ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ പാട്ടുകളെ വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു ചെറിയൊരു ക്ലാഷിന്റെ പുറത്ത് അവർ ആ മൂവിയിൽ പാട്ടുകളെ വേണ്ടെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പെട്ടിയിലാവുകയും ചെയ്തു. അതാണ് ആ പാട്ട്. പിന്നെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അതിൽ ഒരു സോങ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 വർഷത്തിന് ശേഷം ഫൈനൽസ് എന്ന മൂവി ഞാൻ മ്യൂസിക് ചെയ്യുമ്പം
അതിൽ ശരിക്കും 3 പാട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ മൂവിയിൽ. പക്ഷേ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഡയറക്ടർ എന്നെ എഡിറ്റിംഗ് സൂട്ടിൽ വിളിച്ച് പറഞ്ഞു, ഒരു സീക്വൻസ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കാം, അവിടെ ഒരു പാട്ട് ചിലപ്പോൾ വേണ്ടി വരും എന്ന് പറയുകയും ആ പാട്ട് ആ വിഷ്വൽ ഞാൻ കണ്ടപ്പം, ഈ പാട്ട് അന്ന് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീനിവാസ് സാർ പാടിയതാണ്. അതെ. അപ്പൊ ഈ വിഷ്വൽ കണ്ടപ്പോൾ എന്തോ മനസ്സിൽ പെട്ടെന്ന് ഒരു 12 വർഷം പുറകോട്ട് പോയി. ആ പണ്ട് ചെയ്ത പാട്ട് അത് 2 വരി. തീർച്ചയായിട്ടും. മഞ്ഞുകാലം ദൂരെ മാഞ്ഞു, മിഴിനീർ സന്ധ്യ മറഞ്ഞു. മഞ്ഞുകാലം ദൂരെ മാഞ്ഞു, മിഴിനീർ സന്ധ്യ മറഞ്ഞു. പകലിൻ മൗനം തേങ്ങലായി, പാർവണയാമം. അങ്ങനെ പോകുന്നൊരു പാട്ടാണ്. കുറച്ചൊരു വിഷമമുള്ളൊരു പാട്ടാണ്. നല്ല പാട്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ സോങ്.